Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds. Celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം മഴക്കെടുതി. ദേശീയപാത സംരക്ഷണ ഭിത്തിയിൽ വിള്ളൽ. പരിയാരം മെഡിക്കൽ കോളേജിനും ആയുർവേദ കോളേജിനുമിടയിലുള്ള ഭാഗത്താണ് വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തിയിൽ വിള്ളൽ. പരിയാരം മെഡിക്കൽ കോളേജിനും ആയുർവേദ കോളേജിനുമിടയിലായാണ് കോൺക്രീറ്റ് ചെയ്ത സംരക്ഷണ ഭിത്തിയിൽ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് ജനങ്ങളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. വിള്ളൽ കാണപ്പെട്ട ഭാഗത്ത് സമീപത്തു കൂടിയാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത്. അതിനാൽ ജനങ്ങൾ ഭീതിയോടെയാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്. പ്രശ്നപരിഹാരത്തിനായി ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിക്കാർ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇരുഭാഗത്തും കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ച് ഇതിനകത്ത് മണ്ണിട്ടാണ് പാത നിർമ്മിച്ചത്. ഇതാണ് വിണ്ടുകീറിയിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കനത്ത മഴയിൽ മാടായിപ്പാറ പാളയം ഗ്രൗണ്ടിൽ നിർമ്മിച്ച പന്തൽ തകർന്നു വീണു. മാടായി ഫെസ്റ്റിനായി നിർമ്മിച്ച പന്തലാണ് തകർന്നത്. മെയ് 11 ഫെസ്റ്റ് അവസാനിച്ചെങ്കിലും പന്തൽ പൊളിച്ചുമാറ്റിയിരുന്നില്ല. നമ്മളിപ്പോൾ ഉള്ളത് മാടായി പാളയം മൈതാനത്താണ്. ഇവിടെ വെച്ചായിരുന്നു മാടായി ഗ്രാമപഞ്ചായത്ത് മാടായി മഹോത്സവം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി നിർമ്മിച്ച കൂറ്റൻ പന്തൽ ഇത് പൊളിച്ചു നീക്കിയിട്ടുണ്ടായിരുന്നില്ല ഫെസ്റ്റ് കഴിഞ്ഞിട്ടും. ഇന്ന് ഉണ്ടായ ശക്തമായ മഴയിൽ ഈ പന്തൽ തകർന്നു വീഴുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ആളുകളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ വൻ ദുരന്തമാണ് തലനാരിഴക്ക് ഒഴിവായിട്ടുള്ളത്. നാട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരമുണ്ട്. പേരെന്താ? എൻ്റെ പേര് മണി. മണി, എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്? ഒരു 1:45 ഒരു വാടിക്കൽ ഒരു 6 കുട്ടികൾ അങ്ങനെ വരുന്ന സമയത്ത് അവരാന്ന് കണ്ടിന്യൂ ഫസ്റ്റ് ഇത്. അവർ ആ അപകടം കണ്ട ഉടനെ അവര് നേരെ ഇവിടെ വന്ന സമയത്ത് ഞാൻ കറക്റ്റ് ഇവിടെ എത്തി. ഇവിടെ നിന്ന് ഒടും മഴയും കാറ്റുമായിരുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് മൊത്തം ട്രാഫിക് നിയന്ത്രിച്ചു. അങ്ങോട്ട് അടുക്കാൻ കഴിയില്ല, കാരണം ഷീറ്റ് പാറി പോകുന്നു. പിന്നെ ആ സമയത്ത് ലൈനിൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പോലീസ് വന്നു. പോലീസ് നമ്മളെല്ലാം പോയി ആ കൊടും മഴയെ തന്നെ നമ്മൾ ഫുൾ ഉള്ളിൽ മൊത്തം പരിശോധിച്ചു. ആളഭ്യാപമില്ലാന്ന് മനസ്സിലായി. അതിനുശേഷം തിരിച്ചു വന്നു. പിന്നെ വണ്ടികളൊക്കെ അവിടത്തേക്ക് വിട്ടു. പക്ഷെ അത് ഇത്രയും ദിവസമായിട്ട് ഈ മറ്റേ പഞ്ചായത്തിന്റെ പരിപാടി കഴിഞ്ഞ ശേഷം മുതൽ ഈ പഞ്ചായത്ത് അധികൃതർ ഇതുവരെ പൊളിച്ചു മാറ്റിയിട്ടില്ല. ഈ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാർ കുട്ടികൾക്ക് കളിക്കുന്ന ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ട് നിങ്ങളിപ്പം കണ്ടാൽ മനസ്സിലാവും, കണ്ടം പോലെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ അപകടം എന്ന് പറഞ്ഞാൽ ഇനിയും കൂടാനേ സാധ്യതയുള്ളൂ. കാരണം ഈ ഷീറ്റ് ഏത് സമയത്തും ആരെങ്കിലും നേരത്തെ കാറ്റ് പാറിപ്പോവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ കുട പിടിക്കാൻ കഴിയില്ല ഇവിടെ. അപ്പൊ ഇപ്പം നിലവിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എടുത്താൽ തിരിയും പഞ്ചായത്തിന്റെ ബന്ധപ്പെട്ട ഒരാളും ഇവിടെ ഇല്ല. ഇനി എന്ത് ചെയ്ത്? പിന്നെ ഈ രാത്രി കാലങ്ങളിൽ വണ്ടി അങ്ങോട്ട് പോകേണ്ടത് എന്താണ്? ഈ അപകടത്തിന്റെ വ്യാപ്തി കൂടിക്കൊണ്ടിരിക്കുന്നതില്ലേ? ഇനി പ്രത്യേകിച്ച് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വാദിഹുദ പിന്നെ മാടായി കോളേജ് എല്ലുള്ളതാണ്. ഏത് സമയത്ത് അപകടം നടക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളിപ്പോ കുളിച്ചിട്ട് വന്നതുകൊണ്ട് ആ 1 മണിക്കൂർ ആ വാടിക്കല്ല കുട്ടികളും നമ്മളും വളരെ കഷ്ടപ്പെട്ടു. കാരണം എല്ലാവർക്കും ഭയമാണ്. കാരണം ഇലക്ട്രിക് ഒന്ന് മഴ, പിന്നെ ഈ സമയത്ത് ഈ ഷീറ്റ് നിങ്ങൾ നോക്കിയാൽ തിരിയും. ഒരു കഴുത്തിന് കൊണ്ടുവന്ന കഴുത്തുണ്ടാവില്ല, അത്രക്കും അപകടമാണ്. പിന്നെ ഈ പഞ്ചായത്ത് ഇത്രയും വലിയൊരു പരിപാടി നടത്തി. ഈ പരിപാടി നടക്കുമ്പോൾ ഈ അപകടം ഉണ്ടായി എന്തായിരിക്കും നടക്കുക? ഇതേ കാറ്റുള്ള സ്ഥലമല്ല ഇത്. എന്തായാലും നമുക്കറിയാം മാടായിപ്പാറയിൽ ഒരു വൻ ദുരന്തമാണ് ഇപ്പോൾ തൽക്കാലം ഒഴിവായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരനുമായി അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു. ഇതിന്റെ കരാറുകാരനാണ് ഇത് പൊളിച്ചു മാറ്റേണ്ടതെന്ന വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത്. ഏതായാലും എത്രയും പെട്ടെന്ന് ഇത് നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടിയെങ്കിലും പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. ക്യാമറമാൻ വിനു സനത്തിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്. ശക്തമായ കാറ്റിലും മഴയിലും വാഴകൃഷിക്ക് നാശനഷ്ടം. മണ്ടൂർ ഒറന്നെടുത്തുചാലിലെ നന്മ പുരുഷ സ്വാശ്രയ സംഘ പ്രവർത്തകർ നടത്തിയ വാഴകൃഷിക്കാണ് നാശനഷ്ടം സംഭവിച്ചത്. ശക്തമായ കാറ്റിലും മഴയിലും വാഴകൃഷിക്ക് നാശനഷ്ടം. മണ്ടൂർ ഒറന്നെടുത്തുചാലിലെ നന്മ പുരുഷ സ്വാശ്രയ സംഘം പ്രവർത്തകർ നടത്തിയ വാഴകൃഷിക്കാണ് നാശനഷ്ടം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് കൃഷിനാശം സംഭവിച്ചതെന്ന് സംഘം പ്രവർത്തകർ പറഞ്ഞു.
ഓർനിർത്തിയാൽ പ്രവർത്തിക്കുന്ന നന്മ സ്വാശ്രയ സംഘത്തിൻ്റെ കൂട്ടുകൃഷിയായ വാഴക്കൃഷി ഇന്നലെ രാത്രി അടിച്ച ശക്തമായ ചുഴലിക്കാറ്റിൽപ്പെട്ട് 10-75ഓളം വാഴ, കൊലച്ച വാഴയും കൊലക്കാറായ വാഴ കടപുഴകി വീണിരിക്കുക. റവന്യൂ വകുപ്പിലും കൃഷി വകുപ്പിലും എല്ലാം നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്തെങ്കിലും സഹായം കിട്ടും എന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തകർ ഇപ്പോൾ ഉള്ളത്. ചെറുതാഴം പഞ്ചായത്തിലും കൃഷിഭവനിലും വിവരം അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുറ്റൂർ പള്ളിമുക്കിൽ വീടിന് സമീപത്തെ മതിൽ ഇടിഞ്ഞ് കാർ തകരുകയും വീടിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. MKP ഹാജിറയുടെ വീടിനാണ് നാശനഷ്ടം സംഭവിച്ചത്. ഞായറാഴ്ച പുലർച്ചെയുണ്ടായ കനത്ത മഴയിലാണ് മതിൽ തകർന്നു വീണത്. കുറ്റൂർ പള്ളിമുക്കിലെ MKP ഹാജിറയുടെ വീട്ടിലേക്കാണ് സമീപത്തുള്ള വ്യക്തിയുടെ മതിലിടിഞ്ഞ് വീണ് നാശനഷ്ടം സംഭവിച്ചത്. സമീപത്തെ ലത്തീഫ് എന്നയാളുടെ മതിലാണ് തകർന്നത്. മതിലിനോട് ചേർന്നുണ്ടായ ഷെഡും തകർന്നിട്ടുണ്ട്. ഹാജിറയുടെ വീട്ടിൽ നിർത്തിയിട്ട കാറിന് മുകളിലേക്കാണ് മതിലിടിഞ്ഞ് വീണത്. കാർ പൂർണ്ണമായും തകർന്നു. വീടിന്റെ റൂഫിംഗ് ഷീറ്റും പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. ഇന്ന് പുലർച്ചക്കായിരുന്നു സംഭവം ഉണ്ടായിരുന്നത്. 12 മണിയോടുകൂടി മതിലിടിഞ്ഞ് വീഴുകയായിരുന്നു. ഷീറ്റ് പൂർണ്ണമായിട്ടും തകർന്നു. അതുപോലെ കാറും തകർന്നിരിക്കുകയാണ് ഫുള്ളായിട്ട്. കാറൊന്നും എടുക്കാനില്ല, ഒരവസ്ഥയിലാണുള്ളത്. കാലവർഷക്കെടുതി കാരണം സംഭവിച്ചത്. വിവരമറിഞ്ഞ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി വിജേഷ്, കുറ്റൂർ വില്ലേജ് ഓഫീസർ KP പ്രിയ എന്നിവരും സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും കൊഴുമ്മൽ കാഞ്ഞിരമുക്കിലെ വേണുഗോപാലന്റെ നേന്ത്രവാഴത്തോട്ടം നശിച്ചു. 15ഓളം കുലച്ച വാഴകളാണ് കാറ്റിൽ നിലംപൊത്തിയത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും കൊഴുമ്മൽ കാഞ്ഞിരമുക്കിലെ ഏലിയോട്ട് വേണുഗോപാലന്റെ നേന്ത്രവാഴത്തോട്ടം നശിച്ചു. 15ഓളം കുലച്ച വാഴകളാണ് കടപുഴകിയത്. കഴിഞ്ഞ വേനൽക്കാലത്ത് കൃഷിഭവനിൽ നിന്നും വാങ്ങിയ ടിഷ്യൂ കൾച്ചർ നേന്ത്രവാഴ തൈകളാണ് നശിച്ചത്. ബന്ധുവിന്റെ ഭൂമിയിലാണ് വേണുഗോപാലൻ വാഴ കൃഷി ചെയ്തത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഉള്ള കാറ്റിനാണ് 10-15 വാഴ എല്ലാം കാറ്റിനെ നശിപ്പിച്ചത്. അത് കുലച്ച വാഴ കറിക്കായി വരെ ആയില്ല. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കരിവെള്ളൂർ ഓണക്കുന്ന് അടിപ്പാത പൂർണ്ണമായും തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായി. കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും യാതൊരു സുരക്ഷയുമില്ലാതെയാണ് ഈ വഴി സഞ്ചരിക്കുന്നത്. കരിവള്ളൂർ ഓണക്കുന്ന് അടിപ്പാത പൂർണ്ണമായും തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായി. അടിപ്പാതയിൽ നിറയെ കുഴികളാണ്. കുഴിയിൽ വീഴാതെ പ്രയാസപ്പെട്ട് വേണം യാത്രക്കാർ ഇതുവഴി കടന്നു പോകാൻ. ടൗൺ ആയതുകൊണ്ട് തന്നെ കാൽനട യാത്രക്കാരും ഒട്ടേറെയുണ്ട്. ചളിവെള്ളത്തിൽ ചവിട്ടിയാൽ രോഗങ്ങളും ഉറപ്പാണ്. കാൽനടയാത്രക്കാരും ഇരുചക്ര വാഹനക്കാരും യാതൊരു സുരക്ഷയുമില്ലാതെയാണ് ഇതുവഴി കടന്നു പോകുന്നത്. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം. ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളത്തിൽ നടന്നു പോകാനാവാത്ത സ്ഥിതിയാണ്. മഴ വന്നാൽ അതിൻ്റെ കൂടെ എങ്ങനെ പോകാൻ ബുദ്ധിമുട്ടാണ്. ഭയങ്കര സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ റോഡിന് ഒരു പരിഹാരം കാണണമെന്നാണ് നമ്മുടെ അഭിപ്രായം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കാറ്റും മഴയും ശക്തമായതോടെ തൃക്കരിപ്പൂരിന്റെ തീരദേശ മേഖലയിൽ വീടുകൾക്കും കൃഷിക്കും നാശമുണ്ടാക്കി. മൊട്ടമൽ വയലോടിയിൽ നിർമ്മാണം നടന്നുവരുന്ന വീടിന്റെ മേൽക്കൂര കാറ്റിൽ പകർന്നു. നിർത്താതെ പെയ്ത മഴക്കൊപ്പം എത്തിയ കാറ്റ് തൃക്കരിപ്പൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും പഞ്ചായത്തുകളിൽ നാശനഷ്ടമുണ്ടാക്കി. മെട്ടമൽ വയലോടിയിലെ കൂലിത്തൊഴിലാളിയായ VV ശ്രീധരന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയ വീടിന്റെ മേൽക്കൂരയുടെ ഷീറ്റ് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞുണ്ടായ കനത്ത കാറ്റിൽ പറന്നുപോയി. ഷീറ്റ് ഉറപ്പിച്ചിരുന്ന ട്യൂബുകളും ചെങ്കല്ലുകളും ഉൾപ്പെടെയാണ് കാറ്റിൽ പറന്നുപോയത്. കുടുംബം താമസിക്കുന്ന താൽക്കാലിക ഷെഡിന് മുകളിലാണ് ഷീറ്റ് പതിച്ചത്. ഭാഗ്യം കൊണ്ടാണ് ഇവർ രക്ഷപ്പെട്ടത്. സംഭവം നടക്കുമ്പോൾ ശ്രീധരനും ഭാര്യ ഇന്ദിരയും വീടിനകത്തുണ്ടായിരുന്നു. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ തീരദേശ മേഖലയിൽ പെടുന്ന ഉടുമ്പന്തല, കുറ്റിച്ചി, മാവിലങ്ങാട്, കൈക്കോട്ടുകടവ്, വയലോടി, വെള്ളാപ്പു തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കുളപ്പുറത്ത് കാവ് ഓറന്നെടുത്തുചാൽ റോഡിലാണ് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയുണ്ടായ കനത്ത മഴയിലാണ് വലിയ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടത്. കുളപ്പുറത്തുകാവ് ഓറന്നെടുത്തുചാൽ റോഡിലാണ് മരം കടപുഴകി വീണത്. സംഭവ സമയം റോഡിൽ വാഹനമോ കാൽനടയാത്രക്കാരോ ഇല്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ, പഞ്ചായത്ത് അംഗം TV ഉണ്ണികൃഷ്ണൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
ദിവസവും നൂറുകണക്കിന് ഭക്തജനങ്ങൾ എത്തുന്ന മാടായിക്കാവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പാർക്കിങ്ങിന് പോലും മതിയായ സൗകര്യമില്ലാത്തത് ഇവിടെ എത്തുന്നവർക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുകയാണ്. ഉത്തര കേരളത്തിലെ ശക്തിയക്കാവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് മാടായിക്കാവ്. ദിവസവും കർണാടകയിൽ നിന്നുൾപ്പെടെ നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും പ്രമുഖരായ ആളുകൾ ഇവിടെ ദർശനത്തിന് എത്തിയിരുന്നു. ദിനവും ഭക്തജനങ്ങളുടെ ഒഴുക്കാണ് ഇവിടേക്ക്. കഴിഞ്ഞ അമാവാസി ദിനത്തിൽ 25,000-ഓളം ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിയിരുന്നത്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഏറെ പിന്നിലാണ്. പാർക്കിങ്ങിന് കൃത്യമായ ഇടമില്ലാത്തതിനാൽ തന്നെ വലിയ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടിരുന്നു. വിശേഷ ദിവസങ്ങളിലെല്ലാം ഈ അവസ്ഥ തന്നെയാണ്. ദൂരദേശങ്ങളിൽ നിന്നും വരുന്നവർക്ക് താമസിക്കാൻ ലോഡ്ജോ മറ്റു സൗകര്യങ്ങളോ ഇല്ല. മഴ പെയ്തു കഴിഞ്ഞാൽ ഇന്റർലോക്ക് പാകാത്തയിടത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യവുമുണ്ട്. ക്ഷേത്രത്തിൽ പ്രസാദ വിതരണ കൗണ്ടറുകൾ, ക്യൂ കോംപ്ലക്സ് എന്നിവയില്ല. വികസനങ്ങൾ കൊണ്ടുവരുമെന്ന അധികൃതരുടെ ഉറപ്പാണ് നീണ്ടുപോകുന്നത്. കേരളത്തിലെ ഒരുപാട് ഭാഗത്തു നിന്നും മാടായിക്കാവിലേക്ക് ഭക്തജനങ്ങൾ വരുന്നൊരു ക്ഷേത്രമാണ് മാടായിക്കാവ് അഥവാ തിരുവർക്കാട്ട് ക്ഷേത്രം. അപ്പോൾ ഇവിടെ അടിസ്ഥാന സൗകര്യം വളരെ കുറവാണ്. ഭക്തജനങ്ങൾക്ക് വാഹനം പാർക്ക് ചെയ്യാനും അതുപോലെ നടന്നു പോകാനുള്ള അടിസ്ഥാന സൗകര്യം വളരെ കുറവാണ്. അതിനുള്ള ഒരു സൗകര്യം ഭരണാധികാരികളുടെ അടുത്തും ദേവസ്വം അധികൃതരുടെ ഭാഗത്തും ഉണ്ടാവണമെന്ന് ഒരു അഭിപ്രായമുണ്ട്. അമാവാസി ദിവസം ഇവിടെ ഭക്തജന തിരക്കായിരുന്നു. അതായത് ഗസ്റ്റ് ഹൗസ് മുതൽ ഇത്ര വരെ വാഹനങ്ങൾ മൊത്തം ബ്ലോക്കായിരുന്നു. ഞാനടക്കമുള്ള ഡ്രൈവേഴ്സാണ് അത് നിയന്ത്രിക്കുകയും ഭക്തജനങ്ങളിൽ സൗകര്യം ചെയ്തു കൊടുത്തത്. അപ്പോൾ അടിസ്ഥാന സൗകര്യം വളരെ കുറവാണ്. അതിനുള്ള സൗകര്യം, പാർക്കിംഗ് സൗകര്യം, ബാക്കിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് ദേവസ്വം ബോർഡോടും അതുപോലെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറോടും ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോടും വിനീതമായി അപേക്ഷിക്കുകയാണ്. മാടായിക്കാവിലേക്ക് എത്തുന്ന റോഡിന്റെ അവസ്ഥയും പരിതാപകരമാണ്. എല്ലാത്തിനും അടിയന്തരമായി പരിഹാരം വേണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പുരോഗമന കലാസാഹിത്യ സംഘം പെരിങ്ങോം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക പാഠശാലയുടെ ഉദ്ഘാടനം കുണ്ടയംകോവിലിൽ നടന്നു. പ്രശസ്ത സാഹിത്യകാരനും പ്രഭാഷകനുമായ സുനിൽ പി ഇളയിടം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം പെരിങ്ങോം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക പാഠശാലയുടെ ഉദ്ഘാടനം കുണ്ടയംകോവിലിൽ നടന്നു. പ്രശസ്ത സാഹിത്യകാരനും പ്രഭാഷകനുമായ സുനിൽ പി ഇളയിടം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. യൂഗോയേക്കാൾ വലിയ നോവലിസ്റ്റുകൾ യൂറോപ്പിലുണ്ട്. ടോൾസ്റ്റോയുണ്ട്, ദസ്തയേവ്സ്കിയുണ്ട്, ബെൽസാക്കുണ്ട്, സ്റ്റെൻഡാളുണ്ട്, എമിലിസോളയുണ്ട്. അങ്ങനെ ലോക നോവലിൽ പാവങ്ങളെക്കാളൊക്കെ വലിപ്പമുള്ള പല നോവലുകളും അക്കാലത്ത് വന്ന് പിറക്കുന്നുണ്ട്. എങ്കിലും അവയെക്കാളൊക്കെ ആ കാലത്തിൻ്റെ ഒരു പ്രാതിനിധ്യം കൈയാളിയ കൃതിയായിട്ട് അത് മാറിത്തീർന്നു. അത് പുതിയൊരു ജീവിത ബോധത്തിൻ്റെ അവതരണ സ്ഥാനമായ ആ നോവല് മാറി എന്നതുകൊണ്ടാണ്. കേസരി ബാലകൃഷ്ണപിള്ള അതിനെക്കുറിച്ച് പറയുമ്പോൾ എഴുതുന്നൊരു വാക്യം, കേഴ ജീവിതത്തെ അത് ഉയർത്തിപ്പിടിച്ചു എന്നാണ്. കേഴകൾ ഡൗൺ റോഡൻ എന്നർത്ഥത്തിൽ കീഴ്ത്തട്ടിലെ ഏറ്റവും നിസ്വരും ദരിദ്രരുമായ മനുഷ്യരുടെ ജീവിതത്തെ മലയാളിയുടെ ഭാവനയിലേക്ക് ആദ്യമായി കൊണ്ടുവരുന്ന ഒരു വലിയ കൃതിയായിട്ട് അത് മാറി. അന്ന് പുരോഗമന സാഹിത്യം ഇല്ല, നമ്മുടെ നവോത്ഥാന സാഹിത്യവും രൂപപ്പെട്ടു തുടങ്ങിയിട്ടില്ല. ചടങ്ങിൽ NK ഗംഗാധരൻ മാസ്റ്റർ അധ്യക്ഷനായി. ജിനേഷ് കുമാർ എം ക്ലാസ് എടുത്തു. പി ശശിധരൻ, ഗോവിന്ദൻകുട്ടി, അഡ്വക്കേറ്റ് PP സിദിൻ, M അരുൺ, KV പ്രശാന്ത് കുമാർ, കോക്കാട് നാരായണൻ, C രമേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കൈതപ്രം പൊതുജന വായനശാല ഗ്രന്ഥാലയം 18,000 പുസ്തകങ്ങളുടെ ബൈൻഡിംഗ് ഡിജിറ്റൽ കാറ്റലോഗിംഗ് പൂർത്തീകരണ പ്രഖ്യാപനവും ആദര സമ്മേളനവും സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കൈതപ്പുറം പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ 18,000 പുസ്തകങ്ങളുടെ ബൈൻഡിംഗ് ഡിജിറ്റൽ കാറ്റലോഗിംഗ് പൂർത്തീകരണ പ്രഖ്യാപനവും ആദര സമ്മേളനവും സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നിന്ന് പാടുന്ന ഒരു മണ്ഡപത്തിൽ നിന്ന് പാടുന്നത് ആ ഗാനത്തിൻ്റെ പകുതി വരികൾ ഞാനാണ് ചിത്രത്തിൽ ആലപിക്കുന്നത്. പകുതി ഗാനം വിശ്വനാഥനാണ്. പിന്നീട് കൈതപ്രവുമായി എനിക്ക് വളരെയധികം വൈകാരികമായ ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയായിട്ട് ബന്ധമുണ്ട്. അദ്ദേഹം മരിച്ചപ്പോൾ ഞാനിവിടെ വന്നു. അദ്ദേഹത്തിന് അസുഖമാണെന്നറിഞ്ഞ് കൈതപ്രത്തിനിവിടെ വന്നു. വിശ്വനാഥൻ മരിച്ചപ്പോൾ ഞാൻ കോഴിക്കോട് പോയി. ചുരുക്കി പറഞ്ഞാൽ ഈ കൈതപ്രവുമായി
ഒരു വൈകാരികമായ ബന്ധം, ഒരു ആത്മീയ ബന്ധം കഴിഞ്ഞ കുറേ നാളുകളായി കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. ഇന്നലെ വന്നിട്ട് ഇന്ന് വരുമെന്നുള്ള സംശയം പല ആളുകളും പ്രകടിപ്പിക്കും. ചടങ്ങിൽ വെച്ച് ബൈൻഡിങ്ങിന് നേതൃത്വം നൽകുന്ന എം ഋഷികേശൻ നമ്പൂതിരിയെയും ഗ്രന്ഥശാല പ്രവർത്തനത്തിന്റെ 60 വർഷങ്ങൾ പൂർത്തിയാക്കിയ വി നാരായണൻ നമ്പൂതിരിയെയും ആദരിച്ചു. ഡിജിറ്റൽ കാറ്റലോഗിംഗ് മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. എം നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി. പ്രശാന്ത് ബാബു കൈതപ്പുറം, എ കെ ശങ്കരൻ മാസ്റ്റർ, എം രവി, എൻ കെ സുജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വനിതാവേദി, ബാലവേദി പ്രവർത്തകർ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. എം ശശിമോഹന്റെ കേട്ടെഴുതുകൾ പുസ്തക പ്രകാശനം കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രകാശന ചടങ്ങിന്റെ ഉദ്ഘാടനം ടി എ മധുസൂദനൻ MLAയും പുസ്തക പ്രകാശനം PN ഗോപികൃഷ്ണനും നിർവഹിച്ചു. കരിവള്ളൂരിലെ എം ശശിമോഹനൻ തത്സമയം കേട്ടെഴുതിയ പ്രശസ്തരായ പ്രഭാഷകരുടെയും എഴുത്തുകാരുടെയും പ്രസംഗങ്ങളാണ് കേട്ടെഴുത്തുകൾ സംസ്കാരം രാഷ്ട്രീയം മാധ്യമം എന്ന പേരിൽ പുസ്തകമാക്കിയിരിക്കുന്നത്. പ്രകാശന ചടങ്ങിന്റെ ഉദ്ഘാടനം കരിവള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ടി എ മധുസൂദനൻ MLA നിർവഹിച്ചു. മറ്റെവിടെയും വലിയ നിലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പഴയകാലത്തെ ഒരു നിലയല്ല ഇപ്പോഴത്തെ പ്രസംഗത്തിൻ്റെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഈ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവർ, വിവർത്തന പ്രസംഗം നടത്തുന്നവർ 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് പറഞ്ഞു കഴിഞ്ഞ് പരിഭാഷ നടത്തുന്നയാൾ അതിൻ്റെ നമ്മൾ മലയാളത്തിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. പലരും നടത്തുന്ന ട്രാൻസ്ലേഷനെ കുറിച്ചിട്ടുള്ള വലിയ വിമർശനം പ്രസംഗവും ട്രാൻസ്ലേറ്റ് ചെയ്തു വരുന്ന ഭാഗവും തമ്മിൽ. പുസ്തക പ്രകാശനം PN ഗോപികൃഷ്ണൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു പുസ്തകം ഏറ്റുവാങ്ങി. ചടങ്ങിൽ EP രാജഗോപാലൻ അധ്യക്ഷനായി. ഡോക്ടർ KV സജീവൻ പുസ്തകം പരിചയപ്പെടുത്തി. PK സുരേഷ് കുമാർ, എം ശശിമോഹനൻ, അഡ്വക്കേറ്റ് P സന്തോഷ്, CP നരേന്ദ്രൻ, ഡോക്ടർ ശ്രീലേഖ, KV പ്രശാന്ത് കുമാർ, P രമേശൻ, AK ഗിരീഷ് കുമാർ, VK രവീന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. എടനാട് കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം നിറ പുത്തരി ആഘോഷങ്ങൾക്കാവശ്യമായ നെൽക്കതിരിനു വേണ്ടി നെൽകൃഷി ആരംഭിച്ചു. ഞാറുനടിയിൽ ഉത്സവം എം വിജയൻ MLA ഉദ്ഘാടനം ചെയ്തു. വടക്കേ മലബാറിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ് നിറയും പുത്തരിയും. കർക്കിടക വാവിന് ശേഷമുള്ള ശുഭസമയത്ത് നടക്കുന്ന നിറയ്ക്കും തുടർന്നു വരുന്ന പുത്തരിക്കും പുന്നലിന്റെ കതിർ അത്യാവശ്യമാണ്. ക്ഷേത്രങ്ങളിൽ നിന്ന് പുത്തരിക്ക് നൽകുന്ന പ്രസാദമായ ആക്രാണത്തിൽ പുന്നലിന്റെ അരി ഒഴിച്ചുകൂടാനാകാത്തതാണ്. വിഷുവിന് വിത്ത് വിതച്ച് ഇടവപ്പാതി സമയത്ത് ഞാറുനട്ടാണ് നിറയ്ക്കും പുത്തരിക്കും നെൽക്കതിർ ലഭ്യമാക്കുക. എടനാട് ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിലേക്കും വീടുകളിലേക്കും സമീപ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിലേക്കും ആവശ്യമായ നെൽക്കതിരിനു വേണ്ടി കണ്ണങ്ങാട്ട് വയലിൽ ഈ വർഷവും നെൽകൃഷി ആരംഭിച്ചു. എം വിജിൻ MLA ഞാറുനടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷി ചെയ്ത് അത് ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളുടെയൊക്കെ ഭാഗമായി ഉപയോഗിക്കുന്നതിന് കൂടി വേണ്ടിയാണ് ഈ കൃഷി ഒരു കൂട്ടായ്മയിൽ ഇവിടെ തയ്യാറാക്കുന്നത്. തീർച്ചയായും കൃഷി ചെയ്യുക എന്നത് ഒരുപക്ഷെ തരിശു നിലങ്ങളെ സമ്പന്നമാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം കൂടിയാണ്. അത് നാടൊന്നാകെ, അത് ക്ഷേത്ര കമ്മിറ്റിയും അതോടൊപ്പം തന്നെ നാട്ടിൻ്റെ സാംസ്കാരിക സ്ഥാപനങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് നമ്മുടെ സർക്കാരിൻ്റെ പ്രഖ്യാപനം എന്ന വണ്ണം ഇപ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ണങ്ങാട് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ എല്ലാ കാലങ്ങളിൽ നിറപുത്തിരിയെല്ലാം ഈ വയലിൽ നിന്ന് തന്നെയാണ് അതിനാവശ്യമായ എല്ലാം ശേഖരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അത് ഇടക്കാലത്ത് നിന്നുപോയി. അത് വീണ്ടും സജീവമാക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇവിടെ ഈ വയലിൽ, ക്ഷേത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ വയലിൽ കൃഷി ഇറക്കുന്നത്. ക്ഷേത്രം കാരണവന്മാരായ എടാടൻ കൃഷ്ണൻ കാരണവർ, മാത്രാടൻ മാധവൻ കാരണവർ, കാന രാഘവൻ കാരണവർ എന്നിവർ പങ്കെടുത്തു. ക്ഷേത്രം സെക്രട്ടറി സുരേഷ് കുമാർ ഇടിച്ചേരി, ക്ഷേത്രം പ്രസിഡന്റ് സുനിൽകുമാർ മുത്തത്യൻ, പെരുങ്കിളിയാട്ട കമ്മിറ്റി ഭാരവാഹികൾ, മാതൃസമിതി പ്രസിഡന്റ് ഇന്ദിര KV, സെക്രട്ടറി രാധാഗോപാൽ, ബാലകൃഷ്ണൻ പലോറ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഗ്ലാസ് പാലസിന്റെ വിപുലീകരിച്ച പുതിയ ഷോറൂം പിലാത്തറയിൽ മാതമംഗലം റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. ഷോറൂമിന്റെ ഉദ്ഘാടനം എം വിജയൻ MLA നിർവഹിച്ചു.
ഗ്ലാസ് പാലസിന്റെ ഗ്ലാസ്, പ്ലൈവുഡ്, ഹാർഡ്വെയർസ് എന്നിവയുടെ വിപുലീകരിച്ച പുതിയ ഷോറൂം പിലാത്തറ മാതമംഗലം റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. ഷോറൂമിന്റെ ഉദ്ഘാടനം എം വിജിൻ എം.എൽ.എയും മെഷീനറി ആൻഡ് ടൂൾ സെക്ഷന്റെ ഉദ്ഘാടനം മുൻ എം.എൽ.എ ടി.വി. രാജേഷും നിർവഹിച്ചു. ചടങ്ങിൽ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി പി.എം. സുഗുണൻ തുടങ്ങിയവർ സംസാരിച്ചു. എം വിജിൻ എം.എൽ.എ, കെ.പി.എം. ജബ്ബാർ പിലാത്തറയ്ക്ക് ആദ്യ വിൽപ്പന നടത്തി. വിസ്മയിപ്പിക്കുന്ന വിലക്കുറവ്, വിശാലമായ പാർക്കിംഗ് സൗകര്യം, വിപുലമായ സെലക്ഷൻ, കമ്പനിയിൽ നിന്നും നേരിട്ടുള്ള പർച്ചേസ്, ഹൃദ്യമായ കസ്റ്റമർ സർവീസ് ഇവയെല്ലാം തന്നെ ഗ്ലാസ് പാലസിനെ മറ്റു ഷോറൂമുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് ഗ്ലാസ് പാലസിൽ കസ്റ്റമറെ കാത്തിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുളപ്പുറത്ത് നടക്കുന്ന പ്രാദേശിക ചരിത്രരചനാ പഠന കോൺഗ്രസിന്റെ ഭാഗമായി സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചു. സമകാലിക ലോകവും ദേശീയ ചരിത്ര നിർമ്മിതിയും എന്ന വിഷയത്തിൽ സുനിൽ പി ഇളയുടെ മുഖ്യപ്രഭാഷണം നടത്തി. കേരള ചരിത്ര ഗവേഷണ കൗൺസിലും കുളപ്പുറം വായനശാലയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രാദേശിക ചരിത്രരചനാ പഠന കോൺഗ്രസിന്റെ ഭാഗമായി സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചു. സമകാലിക ലോകവും ദേശചരിത്ര നിർമ്മിതിയും എന്ന വിഷയത്തിൽ സുനിൽ പി ഇളയുടെ മുഖ്യപ്രഭാഷണം നടത്തി. വ്യത്യസ്തമായ മറ്റൊരു ആശയമാണ്. ഇപ്പോൾ കേരളത്തിലെ ചരിത്രചിന്തയ്ക്കൊക്കെ വലിയ സംഭാവന നൽകിയ ഇന്ത്യയിലെ തന്നെ വളരെ പ്രമുഖനായ ചരിത്ര പണ്ഡിതനായിട്ടുള്ള KCHRന്റെ ആദ്യ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പണിക്കർ മാഷ് ടോട്ടൽ ഹിസ്റ്ററിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ലോക്കൽ ഹിസ്റ്ററിയെക്കുറിച്ച് പറയുന്നത് പ്രാദേശിക ചരിത്രരചന ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണെന്നും സാംസ്കാരികമായ ചെറുത്തുനിൽപ്പുകൾക്ക് അത് ഉപയോഗിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ബൃഹത് ചരിത്രങ്ങൾ ബഹുസ്വരതയെ ഉൾക്കൊള്ളുന്നത് ആയിരിക്കണം. സൂക്ഷ്മങ്ങളായ സാംസ്കാരിക സവിശേഷതകളെ ഉൾക്കൊള്ളാൻ പ്രാദേശിക ചരിത്രത്തിന് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ മുൻ എം.എൽ.എ ടി.വി. രാജേഷ് അധ്യക്ഷത വഹിച്ചു. മനോജ് കുമാർ വി.വി., സി.എം. വേണുഗോപാലൻ, ടി.ടി. രാഗേഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU പയ്യന്നൂർ റൂറൽ ബാങ്ക് യൂണിറ്റ് സമ്മേളനം പയ്യന്നൂർ റൂറൽ ബാങ്ക് ഹാളിൽ നടന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ടി. തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU പയ്യന്നൂർ റൂറൽ ബാങ്ക് യൂണിറ്റ് സമ്മേളനം പയ്യന്നൂർ റൂറൽ ബാങ്ക് ഹാളിൽ നടന്നു. യൂണിയൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ടി. തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. റോബർട്ട് ഓവൻ മുന്നോട്ടേക്ക് വെച്ച സിദ്ധാന്തം ഒരുപക്ഷേ ഈ ലോകം മുഴുവൻ പടർന്നു പിടിക്കുന്ന നിലയാണ് പിന്നീട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ഒരു സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യം, പ്രസക്തി, അതിൻ്റെ സൗന്ദര്യം, ഇതെല്ലാം ലോകരാഷ്ട്രങ്ങൾക്കിടയിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ പടർന്നു പിടിക്കുന്ന ഒരു സന്ദർഭം പിന്നീടുണ്ടായി. അതിൻ്റെ ഭാഗമായി മിക്കവാറും രാജ്യങ്ങളിലെല്ലാം സഹകരണ പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളാൻ വേണ്ടി തുടങ്ങി. ആയിരക്കണക്കായ സഹകരണ സ്ഥാപനങ്ങൾ, ലക്ഷക്കണക്കായ സ്ഥാപനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി രൂപം കൊണ്ടു. ഇ വി രമേശൻ അധ്യക്ഷനായി. കെ വി ജ്യോതിഷ് കുമാർ, യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം സുനിൽകുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ സത്യൻ, യൂണിയൻ നേതാക്കളായ പി അജിത്, പി ലത, സുമതി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ദക്ഷിണ കൊറിയൻ ആയോധന കലയായ ഇൽദോയുമായി പ്രമുഖ തൈക്കോണ്ടോ അധ്യാപകൻ ഡോക്ടർ വേണുഗോപാൽ കൈപ്രത്ത്. കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഈ ആയോധന കല പ്രചാരത്തിൽ വരുന്നത്. ഇൽദോ എന്ന ദക്ഷിണ കൊറിയൻ ആയോധന കല ഇനി കേരളത്തിലും. ഇതിന് ചുക്കാൻ പിടിക്കുന്നത് പയ്യന്നൂർ കാളീശ്വരം സ്വദേശിയായ ഡോക്ടർ വേണുഗോപാൽ കൈപ്രത്തെന്ന വേണുമാഷാണ്. കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഈ ആയോധന കല പ്രചാരത്തിൽ വരുന്നത്. ബാംഗ്ലൂരിൽ നടന്ന സെമിനാറിൽ പങ്കെടുത്ത് ഇൽദോയിൽ ചുവടുറപ്പിച്ചിരിക്കുകയാണ് വേണുമാസ്റ്റർ. പ്രത്യക്ഷത്തിൽ ജൂഡോയുമായി സാമ്യം തോന്നുമെങ്കിലും മറ്റ് ആയോധന കലകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണിത്. എതിരാളിയുടെ ശരീരഭാരം തന്നെ ഉപയോഗിച്ച് അവരെ കീഴ്പ്പെടുത്തുക എന്നതാണ് ഇതിലെ തന്ത്രം. പ്രധാനമായും സ്വയം പ്രതിരോധത്തിനാണ് ഇൽദോ പ്രാധാന്യം നൽകുന്നത്. പയ്യന്നൂരിൽ നടന്ന പരിശീലന പരിപാടി പയ്യന്നൂർ DYSP വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. PA സന്തോഷ് അധ്യക്ഷത വഹിച്ചു. മാസ്റ്റർ വേണുഗോപാലൻ, രമ്യ ബാലൻ, ഗ്രാൻഡ് മാസ്റ്റർ അബ്ദുറഹ്മാൻ UAE എന്നിവർ സംസാരിച്ചു.
2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി വനിതകൾ ഉൾപ്പെടെ തെരഞ്ഞെടുത്ത 25 പേർക്കാണ് ആദ്യ പരിശീലനം നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കോട്ടക്കുന്ന് AKG വായനശാല ഗ്രന്ഥാലയം ഗ്രാമോത്സവവും 44ാം വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. എം വിജയൻ MLA ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കോട്ടക്കുന്ന് AKG വായനശാല ഗ്രന്ഥാലയം ഗ്രാമോത്സവവും 44ാം വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്ു. നമ്മൾ അറിയാതെ ഈ ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും ഒക്കെ പുറകെ ഇങ്ങനെ പോവാണ്. നമ്മളിലേക്ക് അറിയാതെ ഈ പാട്ടിങ്ങനെ ദിവസേന നമ്മുടെ ശ്രീരാമനും ലക്ഷ്മണനെയും ഒക്കെ കുറിച്ച് പാട്ട് പാടുകയും ഈ കൈകുട്ടികളി വ്യാപകമായി ഞങ്ങൾക്കൊന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പ്രത്യേകിച്ച് മിക്സാണ്, ഒരു അവിയലാണ് സംഭവം. യഥാർത്ഥത്തിൽ കൈകുട്ടികളി എന്ന് പറയുന്നത് എന്താണ്? തിരുവാതിരക്കളി ഉണ്ടായിരുന്നു പണ്ട്, ഇല്ലേ? തിരുവാതിരക്കളി ഉണ്ടായിരുന്നു. ആ തിരുവാതിരക്കളിയുമല്ല, മറ്റേ എറണാകുളം ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന കളിയുടെ ഒക്കെ ഒരു മിക്സാണ് ഈ കൈകുട്ടികളി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കൈകുട്ടികളി കാണാൻ താല്പര്യത്തോടെ ഇരിക്കുന്നവരായിരിക്കും. അവര് ഏറ്റവും നന്നായി കുറേ ദിവസത്തെ കൈകുട്ടികളെല്ല ചരടുകുത്തികളി കാണാൻ വേണ്ടിയിട്ടായിരിക്കും അവർ താല്പര്യത്തോടെ അവരുടെ രക്ഷിതാക്കളും അതേപോലെ തന്നെ അവരുടെ മക്കളും ഒക്കെ ഇരിക്കുന്നത്. C. പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. AV രവീന്ദ്രൻ, മാത്രാടൻ കുഞ്ഞിക്കണ്ണൻ, KC തമ്പാൻ മാസ്റ്റർ, ഷൈജു കോട്ടക്കുന്ന്, U. ഭരതൻ, PP സന്ദീപൻ, M. ബാബു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മാരകലഹരിക്കെതിരെ സന്ദേശമുയർത്തി ദീപു കാരക്കുന്ന് രചനയും സംവിധാനവും നിർവഹിച്ച് പ്രദേശവാസികൾ അഭിനയിച്ച തോറ്റംപാട്ട് എന്ന നാടകവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. തൃക്കരിപ്പൂർ ITEK നായനാർ സ്മാരക ഗ്രന്ഥാലയം വനിതാ വേദിയുടെ 3ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. കലാസാംസ്കാരിക രംഗത്ത് കഴിഞ്ഞ 3 വർഷമായി സജീവമായ ഗ്രന്ഥാലയം വനിതാ വേദിയുടെ നേതൃത്വത്തിൽ നടത്തിയ 3ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും CPIM തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി അംഗവുമായ PP പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. വയറ് നിറച്ചുണ്ടതിന് ശേഷമുള്ള ചില പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്നത് അല്ലെ. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് പലപ്പോഴും വ്യായാമക്കുറവിൻ്റെ ഭാഗമായി ജീവിതശൈലി രോഗങ്ങൾ, ഓപ്പൺ ജിമ്മുകൾ, അതുപോലെ തന്നെ മറ്റ് ജിംനേഷ്യങ്ങൾ, വ്യായാമത്തിൻ്റെ വിഷയം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ പഴയ കാലവും പഴയ കാലത്തെ ജീവിതവും കൂട്ടായ്മകളും ഒക്കെ അതിൻ്റെ ഒരുപാട് നന്മകളൊക്കെ നമ്മളെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ചടങ്ങിൽ വനിതാവേദി പ്രസിഡന്റ് KV സദ്യ അധ്യക്ഷത വഹിച്ചു. പടന്ന പഞ്ചായത്ത് ലൈബ്രറി നേതൃസമിതി കൺവീനർ CV രാജൻ, വനിതാവേദി സെക്രട്ടറി B ഷൈനി, KV പുഷ്പ, E സിദ്ദുലാൽ, TK ഷിജു, K ഷിബിൻ, KV സജിത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വനിതാവേദിയുടെയും ബാലവേദിയുടെയും നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU പെരുമ്പ ഡിവിഷൻ സമ്മേളനം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്റർ KR നഗറിൽ നടന്നു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU പെരുമ്പ ഡിവിഷൻ സമ്മേളനം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്റർ KR നഗറിൽ CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ സംരക്ഷണ നിയമങ്ങളും അതിലെല്ലാം സമൂലമായ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളല്ല, മറിച്ച് തൊഴിലുടമകൾക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളാണ്. BJPയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ രാജ്യത്തിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത് എന്നതാണ് ഈ നിയമ ഭേദഗതിയിൽ കൂടി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് എന്നതാണ്. ആ നിയമ ഭേദഗതി പിൻവലിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പോരാട്ടമാണ് ഇന്ത്യയിലെ തൊഴിലാളികൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മെയ് മാസം 20-ാം തീയതി ദേശീയ അടിസ്ഥാനത്തിൽ പണിമുടക്ക് നടത്താനുള്ള പ്രഖ്യാപനം. ചടങ്ങിൽ SV രമേശൻ അധ്യക്ഷത വഹിച്ചു. N സുധീർ, TT രാജൻ, UV രാമചന്ദ്രൻ, M അശോകൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് SSLC, +2, CBSE, USS, LSS പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ചുമട്ടുതൊഴിലാളികളുടെ മക്കളെ അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. നെറ്റ്വർക്ക് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.